ഇപ്പം കൂടുതലായിട്ട് ഇപ്പം എല്ലാവരും പറയാറുണ്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ലേഡീസ്. അപ്പം അത് നമുക്ക് ശരിക്കും സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ? നല്ലതാണോ അങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്നത്? ക്രീംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് സ്കിന്നിന് അത്രത്തോളം ബെനിഫിറ്റ് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ സ്കിന്നിൽ അത് ഒരു ഗ്ലോ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ അനീമിക് ആയിട്ടുള്ള ഒരാളാണ്, അവരുടെ മുഖം എപ്പോഴും വിളർച്ചയിലേ ഇരിക്കുള്ളൂ. അത് എത്ര ക്രീം യൂസ് ചെയ്താലും അവർക്ക് ആ കണ്ണിന്റെ പഫ്നെസ്സും ആ മുഖത്തുണ്ടാകുന്ന വിളർച്ചയും അത് അതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്രീംസ്, മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലംസ് ഇല്ല, അതെല്ലാവരും യൂസ് ചെയ്യുന്നത് കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഡയറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വെള്ളം ധാരാളം നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് വേണം. ഇത് സ്കിന്നിന്റെ ഡ്രൈനെസ് ഒഴിവാക്കുന്നതിനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ. അതേപോലെ വാട്ടർ കണ്ടൈനിങ് ഫ്രൂട്ട് ഐറ്റംസ് നമ്മൾ ശരിക്കും എടുക്കണം. അതേപോലെ തന്നെ വൈറ്റമിൻ സി, അയൺ റിച്ച് ആയിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ, അതേപോലെ പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻസ് ഒക്കെ സഫീഷ്യൻ്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിലാണ് നമ്മുടെ സ്കിന്നുകളിലെ ചുളിവുകളൊക്കെ ഡെവലപ്പ് ആകാനായിട്ട് തോന്നും. നമ്മൾ ക്രീംസ് യൂസ് ചെയ്യുന്ന അതേ ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ഡയറ്റ്, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും വൈറ്റമിൻ ഇന്റെ ക്യാപ്സ്യൂള് കഴിക്കുന്നത്, അതേപോലെ നട്ട്സിൽ വന്നിട്ട് ബദാം, നിങ്ങൾക്ക് അറിയാമല്ലോ, ബദാം, വാൽനട്ട്, ഫ്ലാക്സീഡ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗ്ലോയും സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇത് നമ്മളൊരു 30 കഴിഞ്ഞവർ ഉറപ്പായിട്ട് കഴിച്ചിരിക്കേണ്ടതാണ്.